ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായസ് ട്രാവൽ വ്ളോഗ്സ്. ഞാനിപ്പോൾ വൈകുന്നേരം സമയം ഒരു 5 മണിയായി ഇറങ്ങുന്നു വീട്ടിൽ നിന്ന്. ഒരു സ്പെഷ്യൽ ഒരു കടയിലേക്ക് പോവാണ്. ബാലരാമപുരം സൈഡിലാണ് ഒരു പുട്ട് കടയാണ്. പുട്ടും അതിൻ്റെ കൂടെയുള്ള കുറേ വിശേഷങ്ങൾ കാണാം. ബാലരാമപുരം ജംഗ്ഷനിൽ നിന്നും കാട്ടാക്കടയിലേക്കുള്ള റോഡിലാണ് നമ്മുടെ ഈ പുട്ടുകട വരുന്നത്. യെസ്, തിരക്ക് പിടിച്ച ഒരു ഏരിയ ആണിത്. റോഡ് വളരെ ബിസി റോഡാണ്. അതായത് ദേ പുട്ടുകട എന്നാണ് കടയുടെ പേര്. ഇത് പക്ഷേ നമ്മൾ ദിലീപിൻ്റെ പുട്ടുകടയല്ല കേട്ടോ, അത് ദേ പുട്ട്. ഇത് ദേ പുട്ടുകട ഫാമിലി റെസ്റ്റോറൻറ്റ്. നമസ്കാരം. എത്ര പഴയ കടയാണോ അതെ പുതിയത്? ആ ഹാ, ഓക്കെ ഓക്കെ. ഇത് ഓണർ എന്താ പേര്? അനിയനായിരിക്കും. ഓക്കെ. അപ്പോൾ ഇവർക്ക് നേരത്തെ ഒരു കടയുണ്ട്, അതിൻ്റെ അപ്പുറത്തായിരുന്നു. അത് കുറേ വർഷമായോ? 8 വർഷം. ഇതിപ്പോൾ പുതിയ ഷോപ്പാണല്ലേ? ദേ പുട്ട് കട അല്ലേ? മറ്റേ ദേ പുട്ടാണല്ലേ ദിലീപിന്? ഇത് കടാന്ന് കൂടി ഉണ്ട് പേരിൽ, ദേ പുട്ട്. ഇവിടെ എന്താ സ്പെഷ്യൽ? പുട്ട് പലതരം പുട്ടാണ്. ഓക്കെ, ഇറച്ചി എല്ലാ ഐറ്റവും ഉണ്ട്, കൂടാതെ പല വെറൈറ്റി പുട്ടും ഉണ്ട്. ഫിഷിൻ്റെ ഐറ്റംസും ഉണ്ടോ? ഓക്കെ. ഊണിന്, ഉച്ചയ്ക്ക് ഊണ്. വൈകുന്നേരമാണോ പുട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? രാവിലെ തൊട്ടേ ഉണ്ട്. ഓ ഓക്കെ ഓക്കെ. തിരക്കായി വരുന്നൊരു സമയമായി അല്ലേ? 5 മണി ഇതൊക്കെ. ഓക്കെ. ഇവിടുത്തെ ചിക്കൻ പെരട്ട് വളരെ ഫേമസ് ആണ്. അതിൻ്റെ ഒരു മേക്കിംഗ് കണ്ടാലോ? ഇവിടെ ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണയുടെ ക്വാളിറ്റി നോക്കിക്കോളൂ, കാണുമ്പോൾ അറിയാലോ. ചട്ടി കറുത്തതായതുകൊണ്ട് കളർ അറിയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുക. ഇതിൽ നിന്നാണ് കഴിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ചിക്കൻ പെരട്ട് അല്ലേ ഇവിടുത്തെ സ്പെഷ്യലാണ്. നാടൻ കോഴിയിലാണ് ചെയ്യുന്നത്. ഏതാ മറ്റേ ലെഗ് ഓൺ കോഴിയാണോ? വീട്ടിൽ നാടൻ തന്നെയാണോ? ഓക്കെ, വീട്ടിൽ വളർത്തുന്ന നാടൻ കോഴികളിലാണ് കട്ട് ചെയ്ത് ഇവിടെ തന്നെ വെച്ച് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇതിപ്പോൾ എത്ര കിലോയുടെയാണ് ഉണ്ടാക്കാൻ പോണേ? 5 കിലോ. ഇത് തീരുന്നതിനനുസരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലേ? ഓക്കെ. ഇപ്പോൾ 5 kg ചിക്കൻ പെരട്ട് ഉണ്ടാക്കാൻ പോകണം. കാണാം. ആദ്യം കടുക്. ഓക്കെ. എണ്ണ ചൂടായിട്ട് വെളിച്ചെണ്ണയാണ്. കടുകെല്ലാം പൊട്ടി കഴിയും. പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ അതിനകത്ത് മുളക് പൊടി കുറച്ചിടുകയാണ്. അത് തരിതരിപ്പായിട്ട് പൊടിച്ച പൊടിയാണ്. ഓക്കെ. നല്ല ഡാർക്കാണ്. മൂപ്പ് കൂടുതലാണ് വേണ്ടത്. കുറച്ച് ഫുൾ പൊടി ഇട്ടില്ല, കുറച്ച് അല്ലേ? ഇതിൽ എന്തൊക്കെ പൊടികളാണ് ഉള്ളത്? ആ, മല്ലിപ്പൊടി ഉണ്ടോ? മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഇടുന്നുണ്ടോ? ഓക്കെ. ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടോ? ഇല്ല, അതില്ല. അപ്പോൾ ഇതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഉണ്ടോ? വേണ്ട. ഓക്കെ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് അല്ലേ? അടച്ചു. പ്രോസസ്സ് കാണുന്നുണ്ടല്ലോ. ആദ്യത്തെ സ്റ്റേജ് ഇതാണ്. അത് ഓൾറെഡി പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാം കൂടി അതിട്ടിട്ട് ഒന്ന് ഇളക്കി കടുക് താളിച്ചു. അലിച്ചിട്ട് മുളക് പൊടി. ഇതാണ് ആ മുളക് പൊടി. തരിതരിപ്പായിട്ട് പൊടിച്ചതാണ് കേട്ടോ. ചെറിയ തരി കാണാൻ പറ്റും. ഇത് സാധാ മുളക് പൊടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. പിരിയൻ മുളക് പൊടിയല്ല. നിറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇതെല്ലാം കൂടി ഇടുന്നത്. അപ്പോൾ ഈ പൊടി ഇട്ടിട്ട് കുറച്ച് പൊടി ഇട്ടു. അത് കുറച്ച് നല്ല ഡാർക്ക് ബ്രൗൺ ആകണം. നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ടാണ് ഇത് ഇടുന്നത്. പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എൻ്റെ ബാക്കിലേക്ക് നോക്കിക്കോളൂ. ഞാനിപ്പോൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇതെല്ലാം ഇവിടെ ഓപ്പൺ കിച്ചൺ പോലെയാണ് ഈ ഭാഗത്ത്. ഈ പെരട്ടെല്ലാം ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് ഉണ്ടാക്കുന്നത്. ഇവിടെ കാന്താരി ചിക്കനും അല്ലേ നാടൻ കോഴിയിലുള്ളതുണ്ട്. ഇതൊരു ചൈനീസ് കൗണ്ടറാണ്. വെളിയിൽ ഷവർമയുടെ ഒരു കൗണ്ടറുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ചായ ആൻഡ് എണ്ണ പലഹാരങ്ങൾ അല്ലേ?
കറി ഇതിവിടെ എല്ലാം പ്രിപ്പയർഡ് ആയിട്ടുള്ളത് ചിക്കൻ കറിയാണിത്, ബീഫ് കറിയാണ്, ബീഫ് ഫ്രൈ. ഓക്കെ, ഇതെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. തീരുന്നതിനനുസരിച്ചിട്ട് വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മട്ടൻ കറി. ഓക്കെ, കാന്താരി ചിക്കൻ. ഇതാണ് കാന്താരി ചിക്കൻ. ഓക്കെ, ഫൈൻ ഫൈൻ. കാന്താരി ചിക്കൻ എല്ലാം ഹോട്ട് ഡിഷിലാണ് വെച്ചിരിക്കുന്നത്. വെജിറ്റേറിയൻസിനുള്ള കടലക്കറിയും ടൊമാറ്റോ കറി. ഓക്കെ, ദിസ് ഫോർ വെജ്. ഇവിടുത്തെ ബാക്കി ആക്ടിവിറ്റീസ് നോക്കിക്കോളൂ. ഇവിടെ ചൈനീസ് ആയിട്ട് കാര്യങ്ങൾ, ചില്ലി ചിക്കനും അങ്ങനത്തെ എന്താണ് ചില്ലി ബീഫ്, അതെല്ലാം ഇവിടെ കിട്ടും. ഫ്രൈഡ് റൈസ്, അതിനുള്ള സെപ്പറേറ്റ് കൗണ്ടറാണ്. ഇവിടെ വീണ്ടും അടപ്പ് തുറന്നു, അടച്ചിട്ടിരുന്നത് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ചിക്കൻ പെരട്ടിൻ്റെ കുക്കിംഗാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വീണ്ടും അടച്ചിടുന്നു. അവിടെ ഫ്രൈഡ് റൈസ്, ചൈനീസ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ. ഇത് ഓർഡർ അനുസരിച്ച് ഇങ്ങനെ ചൂടായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ചിക്കൻ ഫ്രൈ ഇടണം. അതും വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ. ആ ചട്ടി കറുത്ത കളർ ആയതുകൊണ്ടാണ് നമുക്ക് ആ എണ്ണയുടെ കളർ കറക്റ്റ് അറിയാൻ പറ്റും. ഇതിങ്ങനെ മസാല പൊതിഞ്ഞിരിക്കുന്ന ബ്യൂട്ടിഫുള്ളി മാറിനേറ്റഡ് ചിക്കൻ പീസസ് ഫ്രൈ അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ സജീവമായ ഒരു കിച്ചൺ ഏരിയയാണ്. ഇതൊരു ഓപ്പൺ കിച്ചൺ ഏരിയയാണ് ഈ ഭാഗമൊക്കെ. അപ്പോൾ കഴിക്കാൻ വരുന്നവർക്ക് ഇത് കണ്ടുകൊണ്ടാണ് അകത്തേക്ക് കയറുന്നത്. ഇതിൻ്റെ മണവും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കാണുമ്പോൾ കണ്ടുകൊണ്ട് കയറാം കഴിക്കാനായിട്ട്. ഇതൊരു 7 മണി കഴിഞ്ഞാൽ ഇവിടെ തിരക്കായിരിക്കും. പാർസലും വന്ന് കഴിക്കുന്നവരും എല്ലാം കൂടി. അതായത് ബാലരാപുരം ജംഗ്ഷനിലെ വളരെ തിരക്ക് പിടിച്ചൊരു ഏരിയയിലാണ് ഈ കട വെക്കുന്നത്. ഇതേ പുട്ടുകട. പുട്ടിൻ്റെ വെറൈറ്റീസൊക്കെ അകത്തെ കിച്ചണിലാണ് ചെയ്യുന്നത്. പൊറോട്ട അടി അകത്താണ് നടക്കുന്നത്. ഇവിടെ ചെയ്യുന്നത് ഫ്രൈയും പെരട്ടും ആണ് അല്ലേ? ഓക്കെ, നാടൻ കോഴി പെരട്ട്. നോക്കും, വീണ്ടും അടപ്പ് പൊക്കി വീണ്ടും ഇളക്കി കൊടുക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അടച്ചിടും, പിന്നെ വീണ്ടും തുറക്കും, വീണ്ടും ഇളക്കി കൊടുക്കും. നാടൻ കോഴി പെരട്ടിൻ്റെ മേക്കിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാം കൂടി ഇവിടെ ആകെ ഒരു ബഹളമാണ്. ഒരു സൈഡിൽ ഫ്രൈ നടക്കുന്നു, പിന്നെ ഒരു സൈഡിൽ പെരട്ട്, ഇപ്പുറത്തെ സൈഡിൽ ചൈനീസ് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. ഓർഡർ അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു രസകരമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. കാര്യം അകത്തോട്ട് ചെന്നാൽ നാടൻ വിഭവങ്ങൾ, ഇവിടെ വന്നാൽ അറബിക്ക്. ഇവിടെ ഷവായി, പല ടൈപ്പ് ഓഫ് ഷവായി, ചിക്കൻ ഷവായി ഉണ്ട്. അതായത് ഫുൾ ഷവായിക്ക് അവർ സാധാരണ വാങ്ങണത് ഫുൾ കോഴിയാണെങ്കിൽ 500, ഹാഫിന് ഇസ് 250. പിന്നെ ചില ഓഫേഴ്സൊക്കെ ഉണ്ട് ചില സമയത്ത് 399 കൊടുക്കും ഷവായി. അത് ആ ഓഫറുള്ള ദിവസത്തോട് ഭയങ്കര തിരക്കാന്ന് പറഞ്ഞത്. പിന്നെ ഇത് ഇവിടുത്തെ ഇവരുടെ 80 റുപ്പീസാണ് ഇവരുടെ ഷവർമ്മയ്ക്ക് ചാർജ് ചെയ്യണത്. അത് ഭയങ്കര തിക്കായിട്ടാണ് കൊടുക്കുന്നത്, നിറച്ച് 4 വിധത്തിലുണ്ട്. ഏതൊക്കെയാണ്? കുബൂസ് വെച്ചിട്ടുള്ളതുണ്ട് 80, പ്ലെയിൻ ഓക്കെ 120യുടെ ഷവർമ്മ. അതായത് വാങ്ങിച്ചിട്ട് റൊമാനി. അതെന്താ വെച്ചിട്ടാണ് റോൾ ചെയ്യുന്നത്? റുമാലി. ഓക്കെ ഓക്കെ, റുമാലി റോളുണ്ട്. അതാണെങ്കിൽ 110 ആണ് റുമാലിയിൽ റോൾ ചെയ്ത് ഷവർമ്മ കൊടുക്കുന്നത്. മറ്റേ കുബൂസിലാണെങ്കിൽ 80. അല്ലാതെ ഫാമിലി പോലെ കൊണ്ടുപോകണ പ്ലേറ്റിൽ കൊണ്ടുപോകുന്നത് 120. അങ്ങനെ പല പല അതെ അതെ പല 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 പരിപാടികളാണ്. പ്ലസ് ഇനി അങ്ങോട്ട് ചെന്നാലോ അടിപൊളി ഷിബുച്ചേട്ടൻ്റെ ചായക്കട ഏതാണ് പേര്? ഓക്കെ, ഇദ്ദേഹമാണ് ഇവിടുത്തെ ചായ എക്സ്പേർട്ട്. പിന്നെ ഇവിടെ പലതരം കട്ടനുണ്ട് അല്ലേ രാത്രി ആയി കഴിഞ്ഞാൽ? ഏതൊക്കെ ടൈപ്പാണ് കട്ടൻസ്? ലെമൺ കട്ടൻ, പുതിന കട്ടൻ, ജിഞ്ചർ കട്ടൻ. അത് രാത്രി 10 മണി വരെ ഉണ്ട് അല്ലേ? 2 മണി വരെ ഉണ്ട്. ഓ 2 മണി ആണോ? അതുവരെ പോകുമല്ലേ? പിന്നെ പലഹാരങ്ങളാണെങ്കിൽ ഇലയുടെ വരെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ മോദകം, പരിപ്പ് വട, മോദകം, ഇലയട, ഏതാണ്ടൊക്കെ കഴിയാറായി. ശുദ്ധമായ പശുമ്പാലില് ചായ അടിക്കുന്ന ഏക കടയാണ് ഈ ഏരിയയിൽ. അതായത് ശരിക്കും പശുവിന്റെ പാലിൽ തന്നെയാണ് ഉണ്ടാകുക. പശുവിന്റെ പാല് നിങ്ങൾ അങ്ങനത്തെ വീടുകളിൽ നിന്ന് വാങ്ങണാണോ? ഡയറക്റ്റ് കൊണ്ടുവരും. ഓക്കെ, അങ്ങനെ നല്ല പശുവും പാലിൽ ഉണ്ടാക്കിയ ചായ കുടിക്കാം. പിന്നെ ഇവിടെ ബാക്കി അൽഫാമിൻ്റെ എല്ലാം അൽഫാമൊക്കെ ഇവിടെ ഒരു സൈഡിൽ കൂടെ നടക്കുകയാണ്. ഇവിടുത്തെ ഇലയട വളരെ സ്പെഷ്യലാണ്. പാല് ഇപ്പം ഞാൻ ചായ ഒന്നും കുടിക്കാത്ത ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു ഹോർലിക്സ് കുടിക്കാം. കാര്യം പശുവിൻ്റെ ഒറിജിനൽ പാലല്ലേ, അപ്പോൾ ഒരു ഹോർലിക്സ് കുടിക്കാം. ഇവിടെ ബൂസ്റ്റ് ചായ, ഹോർലിക്സ് ചായ എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഈവനിങ് ആയാൽ ഭയങ്കര ഇവരുടെ തന്നെയാണ് കേട്ടോ ഒരു ഹോൾസെയിൽ പച്ചക്കറി കടയുണ്ട്. ദേ വെജിറ്റബിൾ അതിൻ്റെ പേര്, എല്ലാത്തിനും ഒരു ദേ ഉണ്ട് കേട്ടോ. ദേ പുട്ടുകട, ദേ വെജിറ്റബിൾ. പിന്നെ ഒരു ഫ്രൂട്ട്സ് കടയുണ്ട് ഹോൾസെയിൽ. അതിന് ദേ ഇട്ടില്ല, ദേ ഫ്രൂട്ട് കട ഇട്ടില്ല, TMS ഫ്രൂട്ട്സ് എന്നാണ്. പക്ഷെ കൊള്ളാം, ഇത് ഭയങ്കര നല്ല രസമുണ്ട് ഇവിടുത്തെ ആക്ടിവിറ്റീസ്. അവിടെ തീ ഇങ്ങനെ നരകത്തിലെ കോഴി എന്നാണ് നമ്മൾ പറയുന്നത്. നരകത്തിലെ കോഴി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ആ നരകത്തിൽ ഇതാണ് അവസ്ഥ എന്നാണ് നമ്മളെല്ലാം വിചാരിക്കുന്നത്. തീ ഫർണസിൽ അങ്ങനെയല്ലേ കഥകൾ പറയുന്നത്, നരകത്തിൽ പോയാൽ. അപ്പോൾ കോഴി ഇപ്പം നരകത്തിലാണ്. ഹോർലിക്സ് ചായ വിത്ത്
ഇവരുടെ ഇലയുടെ ഭയങ്കര സ്പെഷ്യലാണെന്നാണ് പറയണത്. അതുപോലെ ഇവരുടെ ചൈനീസിൽ ഇവിടുത്തെ ഡ്രൈ മഞ്ചൂരിയൻ കോളിഫ്ലവർ ഭയങ്കര സ്പെഷ്യലാണെന്ന് പറയുന്നുണ്ട്. അടിപൊളി. പിന്നെ ഷിബു ചേട്ടൻ്റെ ചായക്കടയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എല്ലാം ഒന്ന് തന്നെയാണ്. അതൊരു പേരാണ് കേട്ടോ, ഭയങ്കര ഫേമസ് പാർട്ട് ഓഫ് ദിസ് പുട്ടുകട. ഹെലേടാ, ഇതൊക്കെ തനി നാടൻ പലഹാരങ്ങളാണ്. എനിക്ക് പൊതുവേ ഇഷ്ടം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, തനി നാടൻ. ഓക്കെ, കാണുമ്പോൾ അറിയാം കേട്ടോ. കാര്യം അത്രയും തിന്നാണ് എൻ്റെ ഔട്ടർ കവറിങ്, കട്ടി കുറഞ്ഞ ഔട്ടർ കവറിങ്, നിറച്ച് ഫില്ലിംഗ് ഉള്ള ഇലയുടെയാണ്. ഇത് ഭയങ്കര മൂവിങ് അല്ലേ ഇവിടെ, പെട്ടെന്ന് തീരുന്ന ഐറ്റം. ഓക്കെ ഓക്കെ, പഴമൊക്കെ വെച്ചിട്ടുണ്ട്. 20 റുപ്പീസ്. അടിപൊളി, ഗംഭീരം, നന്നായിട്ടുണ്ട്. ഏത്തപ്പഴമാണ് അകത്ത് വെച്ച് കഴിഞ്ഞാൽ, ശർക്കര, തേങ്ങ, നല്ല ഹെവി. ഇത് ഒരെണ്ണം കഴിച്ചാൽ അത് 20 റുപ്പീസാണ് ഇവർ ചാർജ്. പൈനാപ്പിൾ വെച്ചിട്ടുണ്ടോ ഇതിനകത്ത്? പൈനാപ്പിളും ഉണ്ടല്ലേ? ഓ, ഹോൾസെയിൽ ഫ്രൂട്ട്സ് ഉള്ളതുകൊണ്ട് ഏത് ഫ്രൂട്ടും വയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് പൈനാപ്പിളിൻ്റെ ഫ്ലേവറും എനിക്ക് കിട്ടി കേട്ടോ. എനിക്ക് പൊതുവേ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പഴംപൊരിയും പരിപ്പ് വടയെല്ലാം. അല്ല, കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ ഇഷ്ടം പോലെ. ഈ പുട്ടുകടാന്ന് പറഞ്ഞാൽ ബാലരാമപുരം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട് ഇവർക്ക്, വാട്സപ്പ് ഗ്രൂപ്പ് അല്ലേ. അതിൽ ടുഡേ സ്പെഷ്യലും ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കും. ഇതൊരു സെൽഫി സ്പോട്ടാണ് ഇവരുടെ. കുടുംബമായിട്ട് വരുന്നവരെല്ലാം ഇതിൻ്റെ താഴെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പോകും കഴിച്ചിട്ട്. അങ്ങനെ ഫൈനൽ ഇളക്ക് സംഭവിക്കാൻ പോവാണ്. ഓക്കെ, ദാ അങ്ങനെ ചിക്കൻ പരട്ട്, നാടൻ കോഴി ചിക്കൻ പരട്ട് റെഡി. ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഇത് ഇവരുടെ കാന്താരി ചിക്കൻ വീണ്ടും വന്നു കേട്ടോ. അതാ അടുത്ത സെറ്റ് ഇറങ്ങി കഴിഞ്ഞു. ഒരു ലൈറ്റ് ഗ്രീൻ കളർ, നല്ല കാന്താരിയുടെ ഒരു കളറാണ്. യെസ്, കാന്താരി. അത് നാടൻ കോഴിയിലാണ് ചെയ്യുന്നത് അല്ലേ. ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വേറൊരു ഐറ്റത്തിലേക്ക് പോയി. എനിക്കൊണ്ട് എന്താ ഉണ്ടാക്കാൻ പോണേ ഇപ്പോൾ? ഗോബി മഞ്ചൂരിയൻ. ഓക്കെ, അദ്ദേഹം ഇവിടുത്തെ ഏറ്റവും ഫേമസ്, വൺ ഓഫ് ദ ഫേമസ് ഡിഷാണ്. ആ സ്മോക്ഡ് ഒരു ടേസ്റ്റും കൂടി വരുമല്ലോ അകത്തിങ്ങനെ തീയും കൂടെ കയറിയിട്ട് വരുമ്പോഴേ. അവരുടെ ഡ്രൈ മഞ്ചൂരിയനാണ് ഗോബി മഞ്ചൂരിയൻ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും. ഓ മൈ ഗോഡ്, ഇതാണ് അതിൻ്റെ ടേസ്റ്റിൻ്റെ രഹസ്യം. നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ ഈ ടേസ്റ്റ് കിട്ടാത്ത അതുകൊണ്ടാണ്. ഇതിപ്പോൾ എന്തൊക്കെ ഇട്ടു? ക്യാപ്സിക്കം, സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, പെപ്പർ, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, എല്ലാം കൂടി സോട്ട് ചെയ്ത്, കുറച്ച് സോയ സോസ്, ചില്ലി സോസ്, കുറച്ച് ടൊമാറ്റോ സോസ്. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ പീസസും കൂടി ഇടും. ബാറ്റർ ഫ്രൈഡ് സോട്ട് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഡ്രൈ ഗോബി മഞ്ചൂരിയൻ റെഡി, സംഭവം റെഡി. ഇനിയിപ്പോൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടാൽ മതിയല്ലോ. ഇത് സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്ത് വെച്ചത്, കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. ദിസ് ഇസ് വൺ. എന്ത് ഫാസ്റ്റ് അല്ലേ ഗോബി മഞ്ചൂരിയൻ ഡ്രൈ, അടിപൊളി. അപ്പം നാം ക്യാ? സുശാന്ത്. അങ്ങനെ സുശാന്ത് അടിപൊളിയായിട്ട് ഫാസ്റ്റായിട്ട് ഗോബി മഞ്ചൂരിയൻ റെഡി. ഗോബി, താങ്ക് യു സുശാന്ത്. അങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലത്തും നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫൈനലി കഴിക്കാനുള്ള സമയം. അവിടെ പുട്ടെല്ലാം അകത്താണ്. പുട്ട് വെറൈറ്റി ഓഫ് പുട്ടുകൾ. ബറോട്ട സെക്ഷൻ ദ്രുതഗതിയിൽ നടക്കുന്നു. ഇതിവിടെയും കുറേ സെക്ഷൻസാണ്, രണ്ടുപേര് ഇങ്ങനെ ചെയ്തു. അവിടെ പുട്ടിൻ്റെ മേക്കിംഗ് നടക്കുന്നു. രാത്രി 1 മണി വരെ ഈ കട ഓപ്പണാണ്. രാവിലെ എപ്പോഴാണ് സ്റ്റാർട്ടിങ്? 5:30. പിന്നെ ഇവരുടെ സ്പെഷ്യാലിറ്റി ഉച്ചയ്ക്ക് നല്ല തനി നാടൻ ഇലയില ഊണാണോ? സദ്യ കിട്ടും. 60 രൂപയ്ക്കാണ് അവർ ഫിഷ് കറി കൂടി ചേർത്തിട്ട്, അതായത് ഗ്രേവി ഉണ്ടാവും ഫിഷിൻ്റെ. 60 റുപ്പീസ് എല്ലാ കറികളും അല്ലേ. അതല്ലാതെ എക്സ്ട്രാ വാങ്ങിക്കണമെങ്കിൽ കൊഞ്ച് ഫ്രൈ പോലെ എല്ലാ ഫ്രൈയും എല്ലാ തരം മീനും കിട്ടും, സീ ഫുഡ് ഐറ്റംസ്. അല്ലാണ്ട് 60 റുപ്പീസിനാണ് ഇവരുടെ വെജിറ്റേറിയൻ മീൽസ് വിത്ത് ഗ്രേവി, ഫിഷ് ഗ്രേവി. പിന്നെ പുറത്ത് ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്താൽ അതും അവർ ചെയ്തു കൊടുക്കും. നല്ലൊരു ജിഞ്ചർ ലൈമ് കുടിക്കാതെ തടുത്ത്. എന്നിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പുട്ട്, അരിപ്പുട്ട്, ചമ്പാപ്പുട്ട്, മരിശ്ശേരി പുട്ട്, അതായത് കപ്പപ്പുട്ട്, ഇത്ര കാര്യങ്ങളുണ്ട്. അപ്പോൾ കൊണ്ടുവരും. യെസ്, ചൂട് പുട്ട്. കളേഴ്സ് കാണുമ്പോൾ അറിയാമല്ലോ, ഡിഫറെൻറ്റ് കളേഴ്സ്. ഇത് ഗോതമ്പ്, ഇത് ചമ്പാപ്പുട്ട്, ഇത് വൈറ്റ് വെള്ളപ്പുട്ട്, ഇത് മരിശ്ശേരി പുട്ട്. ഇതാണ് ഇവിടുത്തെ വെറൈറ്റി ഓഫ് പുട്ടുകൾ. ഇത് കൂടാണ്ടാണ് ഇവിടെ പൊറോട്ട, ചൂട് പൊറോട്ട ഉണ്ട്. പിന്നെന്താ പറയുക, അപ്പം, ഇടിയപ്പം, ഓപ്ഷൻസ് അൺലിമിറ്റഡ് ആണ്, രക്ഷയില്ല. പിന്നെ അതേ ഇനി കുറേ നോൺ വെജ് കറികൾ വരും.
നമ്മൾ കണ്ടല്ലോ ചിക്കൻ പെരട്ട ഓൾറെഡി. അപ്പോൾ ചിക്കൻ പെരട്ട, ചിക്കൻ ഫ്രൈ, കാന്താരി ചിക്കൻ, ബീഫ് ഞാൻ കഴിക്കാത്തതുകൊണ്ട് എടുക്കുന്നില്ല. ബീഫ് കറി, ബീഫ് ഫ്രൈ, ബീഫ് പെരട്ട്, മട്ടൻ്റെ വെറൈറ്റീസ് എല്ലാം ഇവിടെ ഉണ്ട്. ഇതെന്താണ്? ഓ, ഇത് നമ്മളിപ്പോൾ കണ്ട നാടൻ കോഴി പെരട്ട്, നാടൻ കോഴിയുടെ കാന്താരി ചിക്കൻ. പിന്നെ അത് കപ്പ, ഞാൻ പറഞ്ഞത് കപ്പയും ഉണ്ട് ഇവിടെ. ഇത് മട്ടൺ കറി, ചിക്കൻ 65, ബീഫ് ഡ്രൈ ഫ്രൈ, BDF. ഇത് ആളുകളുടെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഈ ബീഫ് കഴിക്കുന്നവരുടെ ഫേവറേറ്റാണ് BDF, ബീഫ് ഡ്രൈ ഫ്രൈ. അതിങ്ങനെ നീളത്തിലുള്ള പീസസ് ആയിട്ടാണ് വരുന്നത്. ഡ്രൈ ഗോബി മഞ്ചൂരിയൻ, കൊഞ്ച് റോസ്റ്റാണ്. ഓ, കൊഞ്ച് ഫ്രൈ. ഓക്കെ, മീൻ മുട്ട. ഓക്കെ, അയല ഫ്രൈ. ഇതിപ്പോൾ എല്ലാം കാണാനെടുത്താണ്. ഞാൻ ബീഫ് കഴിക്കില്ല, എങ്കിലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ബീഫ് ഫ്രൈയും കൂടി കാണിക്കുന്നു. ചൈനീസ് ആയിട്ടാണെങ്കിൽ ഇപ്പോൾ ഗോബി മഞ്ചൂരിയൻ കണ്ടു, ഫ്രൈഡ് റൈസ് ഉണ്ട്. ഓക്കെ, ചിക്കൻ ഫ്രൈഡ് റൈസ്, നെമ്മീൻ. ഓക്കെ, കിങ് ഫിഷ്, നമ്മുടെ നെമ്മീൻ ഫ്രൈ. ഏകദേശം മേശ നിറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കണ്ട കാഴ്ചകൾ. ഇനി കാണാത്ത കുറേ കാഴ്ചകളുണ്ട്. അതായത് ഞാൻ എല്ലാം ഇവിടെ സ്ഥലമില്ല കേട്ടോ വയ്ക്കാൻ. അപ്പോൾ ഇടിയപ്പം അങ്ങനത്തെ കാര്യങ്ങൾ, പൊറോട്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മസാല ദോശയുണ്ട് കേട്ടോ. മസാല ദോശ കഴിക്കണമെങ്കിലും വരാം. പിന്നെ കൊത്തു പൊറോട്ടയുണ്ട്, ഗീ റോസ്റ്റ് ഉണ്ട്, പിന്നെ ഷവായി ഓൾറെഡി ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. ഇവിടുത്തെ ബാക്കി ഐറ്റംസ് ഒറട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഒറട്ടി, പത്തിരി, അപ്പം, ദോശ, നൂലപ്പം, ആൻഡ് പൊറോട്ട, ഹോട്ട് പൊറോട്ടാസ്. പിന്നെ ഭക്ഷണം കഴിച്ച് തുടങ്ങാം. അതായത് ഞാൻ കുറേ നാളായി മരിശ്ശേരി അഥവാ കപ്പ പുട്ട് കഴിച്ചിട്ട്. സോ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പുട്ട് കടയിൽ വന്നിട്ട് പുട്ട് കഴിക്കുന്നതല്ലേ ശരി. അതിൻ്റെ ആദ്യം നാടൻ പെരട്ട്, നാടൻ കാന്താരി ചിക്കൻ, നമ്മൾ ഇലയിട്ട് ഊണ് കഴിക്കുന്ന പോലെയാണ്. കൊഞ്ച് ഫ്രൈ, കപ്പപ്പുട്ട് വെറൈറ്റി അല്ലേ. കൂടാതെ കപ്പ പുഴുങ്ങിയതും ഉണ്ട് കേട്ടോ. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇത്ര പെട്ടെന്ന് എങ്ങനെ വേഗം എന്ന് വിചാരിച്ചു. നാടൻ കോഴിയല്ലേ, നാടൻ കോഴി നമ്മൾ കുറച്ചുകൂടെ ഹാർഡറായിരിക്കും ഫ്ലഷ്. നല്ല ടേസ്റ്റ്. ഇവിടെ കാന്താരി കൂടെ നോക്കട്ടെ. സ്പൈസി ചിക്കനാണ്, അതും നാടനാണ്. നല്ല കാന്താരിയുടെ ഫ്ലേവർ. പ്ലസ് എനിക്ക് തോന്നുന്ന പാൽമുളകും കൂടെ ചേർക്കുന്നുണ്ട് തോന്നുന്നു അല്ലേ. ഉടംകൊല്ലി, അതിൻ്റെ കൂടെ ഒരു ഫ്ലേവർ കിട്ടുന്നു. ഇവിടെ കൊഞ്ച് ഫ്രൈ, ഒറട്ടി, ഇങ്ങനെ ഒറട്ടി കേട്ടോ. നല്ല കോമ്പിനേഷനാണ്, സൂപ്പർ. ചിക്കൻ കാന്താരി ഗംഭീരം, അടിപൊളി കേട്ടോ. കാന്താരി ചിക്കനും പെരട്ടും. ചുരുക്കം പറഞ്ഞാൽ എന്ത് കഴിക്കണം എന്നല്ല, നമ്മൾ കൂടി പോകുമ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് എല്ലാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നാടൻ വേണമെങ്കിൽ അങ്ങനെ, അറബിക്, ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഷവർമ, പിന്നെന്താ അൽഫാം, ഷവായി ഒക്കെ അല്ലേ ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് അതുമുണ്ട്. നിങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ മെമ്പറായിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നല്ല. അതായത് ഇവിടെ ഓഫേഴ്സൊക്കെ കൊടുക്കുമല്ലോ ഇടയ്ക്കിടയ്ക്ക്, കുറച്ചുകൂടി വില കുറച്ച് കോംബോ പാക്കായിട്ടെല്ലാം. ഓവറെരിവില്ല കേട്ടോ, എല്ലാം കറക്റ്റാണ്. അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, മനസ്സൊക്കെ നിറഞ്ഞു. അത് അത്ര ടേസ്റ്റായിരുന്നു, വളരെ ഗംഭീരം, നല്ല ഹോസ്പിറ്റാലിറ്റി. എൻ്റെ ഓണറാണ് എന്നെ എടുത്തിരിക്കുന്നത്, ശ്രീ മോഹൻ. അദ്ദേഹത്തെ എല്ലാ കാര്യങ്ങളും അവിടെയാണല്ലോ പറയണ്ടേ. ഫുഡിൻ്റെ ക്വാളിറ്റി ആൻഡ് എല്ലാം ഗംഭീരമായിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു, വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നന്നായി. അപ്പോൾ ഇറങ്ങട്ടെ എന്നാൽ, പോട്ടെ. ഇവിടെ ചൈനീസ് ഷെഫിൻ്റെ അടുത്ത് ഇവിടെ യാത്ര, ഇവിടെ തിരക്കായി വരുന്നു. അപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു, ഇറങ്ങുന്നു. ഇപ്പോൾ സമയം ഒരു 7 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. 7 മണി ആയിട്ടുണ്ടാവുമെന്നറിയില്ല. പലഹാരങ്ങൾ എൻ്റെ വയറിലേക്ക് സ്ഥലമില്ല, അല്ലെങ്കിൽ ഞാൻ ഇനിയും പലഹാരം വാങ്ങി കഴിച്ചേനെ. എന്തായാലും വരാൻ പറ്റിയൊരു കടയാണ് കേട്ടോ. ബാലരാമപുരം ജംഗ്ഷനിൽ നിന്ന് കാട്ടാക്കട പോകുന്ന റോഡിലേക്ക് കയറിയാൽ മതി. ദേ പുട്ടുകട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കഴിക്കട്ടെ. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം. അതുവരെ